ശബരിമലയിൽ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. ഓരോ ദിവസത്തെയും തീർത്ഥാടകരുടെ എണ്ണം അനുസരിച്ചായിരിക്കും സ്പോട്ട് ബുക്കിംഗ് ക്രമീകരണം ഏർപ്പെടുത്തുക. ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രതീഷ്, ആദ്യ ദിവസത്തെ തിരക്ക്, അതുണ്ടാക്കിയ ആശങ്ക, പിന്നീട് കോടതി ഉയർത്തിയ ചോദ്യങ്ങൾ, കോടതി നൽകിയ മുന്നറിയിപ്പ്, ഇതൊക്കെ നമുക്ക് മുമ്പിലുണ്ട്. കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് വി എൻ വാസവൻ ഇങ്ങനെയൊരു യോഗം ചേരാനുള്ള സാധ്യതയും തെളിഞ്ഞത്. എന്താണ് യോഗത്തിലെ തീരുമാനങ്ങൾ, MG പ്രതീഷ്? അറിയിത്ത ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൽ സ്പോട്ട് ബുക്കിംഗ് പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ എത്രത്തോളം ആൾക്കാരെ അല്ലെങ്കിൽ തീർത്ഥാടകരെ സ്പോട്ട് ബുക്കിംഗിനായി അനുവദിക്കാം എന്ന കാര്യത്തിൽ ഒരു പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കാനാണ് ഇന്ന് ചേർന്ന അവലോകന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ശബരിമല സ്പെഷ്യൽ കമ്മീഷണറും പോലീസ് കോർഡിനേറ്ററും എക്സിക്യൂട്ടീവ് ഓഫീസറും ചേർന്നായിരിക്കും ഈ കമ്മിറ്റി ഉണ്ടാവുക. ഓരോ ദിവസവും എത്രത്തോളം തീർത്ഥാടകർക്ക് സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാം എന്ന കാര്യം ഈ കമ്മിറ്റി ആയിരിക്കും തീരുമാനമെടുക്കുന്നത്. വെർച്വൽ ക്യൂ വഴി എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണവും മറ്റ് ശബരിമലയിലെ തിരക്കും പരിഗണിച്ചായിരിക്കും ഓരോ ദിവസവും തീർത്ഥാടകരെ സ്പോട്ട് ബുക്കിംഗ് വഴി അനുവദിക്കുന്നത്. അങ്ങനെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് അവലോകന യോഗത്തിൽ എടുത്ത തീരുമാനം. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ കൂടി ആ പ്രത്യേക കമ്മിറ്റിയിൽ ഭാഗമാക്കിയതും അതുകൊണ്ട് തന്നെയാണ്. ഹൈക്കോടതിയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടാകാതിരിക്കാനും കൂടിയാണ് അത്തരത്തിലൊരു കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. ഈ കമ്മിറ്റി ആയിരിക്കും സ്പോട്ട് ബുക്കിംഗിൽ അന്തിമ തീരുമാനം എടുക്കുന്നത്. ഓരോ ദിവസവും കൃത്യമായി തലേ ദിവസത്തെ കണക്ക് കൂടി പരിശോധിച്ച ശേഷം ഈ കമ്മിറ്റി ആ തീരുമാനമെടുക്കും. അതിനനുസരിച്ചായിരിക്കും പമ്പയിൽ നിന്ന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. ആ പരിധി കഴിഞ്ഞാൽ ആ തീർത്ഥാടകരെ നിലയ്ക്കലിൽ അവിടെ വിലക്കാനും അല്ലെങ്കിൽ അവിടെ തങ്ങാനുള്ള സൗകര്യം ഒരുക്കാനുമാണ് ഇപ്പോൾ ഈ അവലോകന യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റ് ഈ ശബരിമലയെ അടിസ്ഥാന സൗകര്യവുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ദിവസ വേതനക്കാരെ വേണമെന്നുള്ളൊരു ആവശ്യം അവലോകന യോഗത്തിൽ ഉയർന്നിട്ടുണ്ട്. 400 ദിവസ വേതനക്കാരെ കൂടി അധികമായി എടുക്കാനാണ് അവലോകന യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ അടിസ്ഥാന സൗകര്യങ്ങളിൽ പല ഇടങ്ങളിലും ഇനിയും പൂർത്തീകരിക്കാനുണ്ട്. അങ്ങനെ മരാമത്ത് ജോലികൾ എത്രയും വേഗം പൂർത്തീകരിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി അവലോകന യോഗത്തിൽ ഉണ്ടായിരുന്നു. വി എൻ വാസവന്റെ അധ്യക്ഷതയിലാണ് അവലോകന യോഗം ചേർന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും വരും ദിവസങ്ങളിൽ ശബരിമലയിലെ തിരക്ക് നിയന്ത്രണവും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. നിലവിൽ മറ്റ് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. മറ്റ് ആശങ്കകളൊന്നും തന്നെ ശബരിമലയിലില്ല. ഇതുവരെ 57,000 തീർത്ഥാടകരാണ് ഉച്ചയ്ക്ക് 2 മണിവരെ ശബരിമലയിൽ ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്ന് സ്പോട്ട് ബുക്കിംഗ് ഇതുവരെ 7,000 കടന്നിട്ടുണ്ട്. പക്ഷേ വലിയ തിരക്കുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് 5,000-ന് മുകളിൽ സ്പോട്ട് ബുക്കിംഗ് ഇന്ന് അനുവദിച്ചിട്ടുള്ളത്. ഏകദേശം 80,000-ന് മുകളിൽ തീർത്ഥാടകർ ഇന്ന് ശബരിമലയിൽ ദർശനം നടത്തും എന്നതാണ് പോലീസും ദേവസ്വം ബോർഡും പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷ, സ്പോട്ട് ബുക്കിംഗുമായി ബന്ധപ്പെട്ടാണ് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആദ്യ ദിവസത്തെ തിരക്കിനൊക്കെ കാരണമായത് അതാണ്. ഈ സ്പോട്ട് ബുക്കിംഗ് തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി വരുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ കണക്ക് എന്ന നിലയിലായിരിക്കാം ഒരുപക്ഷെ ആ തീരുമാനം വരാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ ക്യാമ്പ് ചെയ്യുന്ന ഭക്തർക്ക് ഒരുക്കുന്ന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ പരാതികൾ ഉയർന്നു വന്നത്. അതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള തീരുമാനങ്ങളിലേക്ക് ഈ യോഗം പോകുന്നുണ്ടോ പ്രതീക്ഷ? അറിയിത്ത ഒരു പരിധി കഴിഞ്ഞും സ്പോട്ട് ബുക്കിംഗ് അനുവദിച്ചതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ തിരക്ക് ശബരിമല സന്നിധാനത്തുണ്ടാകാനുള്ള കാരണം. ഇപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ഭക്തർ ഉയർത്തുന്ന പ്രധാനപ്പെട്ട പരാതി അടിസ്ഥാന സൗകര്യമാണ്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന ഇടങ്ങളിൽ അടിസ്ഥാന സൗകര്യത്തിന് ഒന്നും തന്നെ ഇല്ല എന്നുള്ള പരാതി തീർത്ഥാടകർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മരക്കൂട്ടത്തും ശരംകുത്തിയിലും ഉൾപ്പെടെ ഈ എത്തുന്ന ഈ സ്ത്രീകളായ തീർത്ഥാടകർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ബുക്ക് ഉണ്ടാകുന്നില്ല. അതുൾപ്പെടെ പരിഹരിക്കും എന്നതാണ് ഇന്ന് ചേർന്ന ഈ അവലോകന യോഗം എടുത്തിരിക്കുന്ന തീരുമാനം. പമ്പയിലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ പരാതികൾ ഉയർന്നുണ്ട്. കൂടുതൽ ശൗചാലയങ്ങൾ ഉൾപ്പെടെ പമ്പയിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ തീരുമാനം എടുത്തിരിക്കുന്നത്. സന്നിധാനത്തും അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. മരാമത്ത് പണികളടക്കം ഇനിയും പലയിടങ്ങളിലും പൂർത്തീകരിക്കാനുണ്ട്. ഈ മുന്നൊരുക്കങ്ങൾ ഇല്ല, അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങളിൽ പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ഇപ്പോൾ യോഗം തീരുമാനമെടുത്തിരിക്കുന്നത്. അത്തരത്തിൽ പരാതികളില്ലാതെ എത്രയും വേഗം അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നതോടുകൂടി തന്നെ കുറ്റമറ്റ രീതിയിൽ ശബരിമല തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് ദേവസ്വം ബോർഡും കരുതുന്നത്.
ശരി, MG പ്രദേശ് സന്നിധാനത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ശബരിമലയിലെ സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. മന്ത്രി VN വാസവന്റെ നേതൃത്വത്തിൽ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.